ഈ വൈകുന്നേരങ്ങളിൽ ഒരു 5-5:30 സമയത്ത് അമ്പലത്തിൽ നിന്ന് പാട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ആ ആനകൾ പോകുന്നു. അത് അതെ വല്ലാത്തൊരു അതെ. ഫീലാണ്. ഈ കാരണം എൻ്റെ തൃശ്ശൂരാണ് നാട്, പൂരങ്ങളുടെ നാടാണ്. അതാണ്. അപ്പോൾ ഉത്സവ സമയത്ത് ഫുള്ള് തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ ആറാട്ടുപുഴ പൂരം, അതൊക്കെ വലിയ ഫേമസ് ആയിട്ടുള്ള പൂരങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് എല്ലാ ആനകളും പോവാം. അപ്പം ഞാൻ ആനപ്രേമിയാണ്. ഓ, ആന അതാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെയുള്ള ഓർമ്മ. ആന ഫ്രണ്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്നതും, ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആനയ്ക്ക് ഫുഡൊക്കെ കൊടുത്തത്. അപ്പം നമ്മളന്ന് കുഞ്ഞാണ്. അപ്പം എന്നെ എടുത്ത് കൊടുക്കുമ്പോൾ ഈ ഫുൾ കൈ പോവും വായിലേക്ക്, അത്രയും ചെറുതാണ് ഞാൻ. അപ്പം അതൊക്കെ ഭയങ്കര ഓർമ്മ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ? ബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു. ബാസ്റ്റ്യൻ. ബാസ്റ്റ്യൻ പേര് ആന ഉണ്ടായിരുന്നു. അതെപ്പോഴും ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ വെള്ളം പഴമൊക്കെ കൊടുക്കാറുണ്ട്. ഇന്നും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും അത്ര മെമ്മറി എനിക്ക് ഭയങ്കര മെമ്മറിയിൽ ഇഷ്ടമാണ്. കിടക്കുന്നുണ്ട്. ആനപ്രേമിയാണ്. എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും പോയി ആനയുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കും. പേടിയില്ല ആനേനെ. ഇല്ല. ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂരുകാരുടെ ഉള്ളിലുള്ള ഒരു തൃശ്ശൂരുകാരുടെ ഒരു വികാരമാണ്. വികാരം. അതിന്റെ എന്തെങ്കിലും ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ ഈ ആനക്ക്? ഇല്ല, അന്ന് ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോ ഒന്നും അങ്ങനെയല്ല, അന്നൊന്നല്ല, അന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. മൊബൈൽ അങ്ങനെ സെൽഫി അതൊന്നും ഇല്ലല്ലോ. എന്നൊക്കെയാണ് ഞാൻ സെൽഫി ഒക്കെ എടുത്തത്. ഇന്നുണ്ട് കുറെ ആനകളുടെ കൂടെ. ആനകളുടെ കൂടെയുള്ള ഇപ്പോഴും ഈ ആനാന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഒരു വികാരം തന്നെയാണ്. ആന ഒരു എന്താണെന്നറിയില്ല, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ആനനെ കാണുമ്പോൾ, എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ആനനെ കാണുമ്പോൾ. ഇത് ഞാൻ ചോദിച്ചോട്ടെ, കുറച്ചാൾ മുൻപ് ഈ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിബേറ്റ്സും ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആണോ? അതായത് അപ്പം ആനപ്രേമികൾ ആനയ എന്ന് പറയുന്ന ഒരു ജീവിയെ അല്ലെങ്കിൽ മൃഗത്തെ കാലും കൈയും കെട്ടിയിട്ട് ഈ ചൂടിൽ കൊണ്ടുവന്ന് നിർത്തി അവരങ്ങ് ആഘോഷിക്കുകയാണ് അവരുടെ ആനപ്രണയം. പക്ഷെ ആ മൃഗത്തിന് അത് എന്തോരം ദ്രോഹമാണ് ചെയ്യുന്നത്. കാട്ടിൽ മേഞ്ഞടക്കേണ്ടതിനെ ഇങ്ങനെ കൂച്ചുവലം കിട്ടി ഇത്രയും ചെണ്ടമേളത്തിന്റെയും അല്ലെങ്കിൽ വെടിക്കെട്ടിന്റെയും നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇവർ കിടന്ന് ആർപ്പ് വിളിക്കുകയാണ്. ഇതാണോ ആനസ്നേഹം എന്ന് പറയുന്ന പല ഡിബേറ്റ്സ് നടന്നിരുന്നു. അതിനെ പറ്റി എന്താ പറയാനല്ലേ? ഇതിപ്പോ ആനപ്രേമി പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചാണ്, ഇതൊരു നമ്മുടെ ടോപ്പിക് അല്ല. പ്രശ്നമില്ലാത്ത ആനയ്ക്ക് പ്രശ്നമില്ല, കണ്ടു നിൽക്കുന്ന ഇവിടെ എപ്പോഴും അതാണല്ലോ ഡിബേറ്റ്. ആ പർട്ടിക്കുലർ ടീമിനൊരു പ്രശ്നം ഉണ്ടാവില്ല, കാണുന്നവർക്കാണ് എപ്പോഴും പ്രശ്നം അല്ലേ? ആനയ്ക്ക് പ്രശ്നമില്ല. ആനയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, ഫുഡും കഴിച്ച് ഭയങ്കര അതുപോലെ ടേക്ക് കെയർ ചെയ്യുന്നത്. അവിടെ ആനയൂട്ടൊക്കെ കണ്ട ഭയങ്കര രസമുള്ള. പിന്നെ നമുക്ക് ആനേനെ അങ്ങനെ അഴിച്ചു വിടാം. ഇപ്പൊ പറഞ്ഞില്ലേ കൂച്ചുവല്ലെങ്കിൽ, നമുക്ക് ഒരു ആനേനെ ഇഷ്ടമെന്ന് കരുതി അന്ന് ഇറങ്ങി ഓടിക്കോന്ന് പറയാൻ പറ്റില്ല. ആനേനെ അങ്ങനെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. സോ പിന്നെ ഓരോന്നിനും ആനയ്ക്ക് പകരം നമുക്ക് പോയി എഴുന്നള്ളിപ്പിൽ നിൽക്കാൻ പറ്റില്ല. ആന പറഞ്ഞ ഞങ്ങൾ നിൽക്കാന്ന എന്നാൽ ഓരോന്നിനും ഓരോ ഭംഗിയുണ്ടല്ലോ. അതിനെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്യുന്നതിലാണ് എനിക്ക് എതിർപ്പ്. ഓരോന്നിനും ഓരോരുത്തരുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരുള്ളത്. അതിൻ്റെ ഭംഗിയിൽ അങ്ങോട്ട് ആസ്വദിച്ച് കിട്ടും. പിന്നെ അവരെ ഉപദ്രവിക്കുന്നു അതിനൊക്കെ വരുമ്പോൾ അതിനെതിരെ എടുക്കാനുള്ള ഒരു ടീമുണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവായിരിക്കാം. അത് വരുമ്പോൾ ചോദ്യം ചെയ്യും. ആനയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത്, തല്ലുന്നതും ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെ കണ്ട അതൊക്കെ ഇപ്പം എത്രയോ പേര് കുടിച്ചിട്ട് അതിനെ അടിക്കുന്നതും തടി എടുപ്പിക്കാൻ കൊണ്ടുവന്നൊക്കെ. ഈ തടി എടുക്കണമെങ്കിൽ ആനയ്ക്ക് പറ്റൂ. അത് അതിൻ്റെ ഒരു രീതിയിൽ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിന് ഒത്തിരി ടോർച്ചർ ചെയ്യുമ്പോഴാണ് അതിനൊരു നടപടിയൊക്കെ എടുക്കേണ്ടത്. അല്ലാത്ത പക്ഷെ ആനയ്ക്ക് കുഴപ്പമില്ല. ഞാൻ എത്രയാണ് ആനത് ആസ്വദിച്ച് കറക്റ്റ് സമയത്ത് ഭക്ഷണം, അതിൻ്റെതായ ഒരു റുട്ടീനുണ്ട്. ആനയ്ക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ആനയ്ക്ക് വിശക്കുന്ന, അല്ലെങ്കിൽ ആനയ്ക്ക് ഇറിറ്റേഷൻ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്ന പാപ്പന്മാരും അതിനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് ഞാൻ. ആനയ്ക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക്? ഞാൻ തമാശയായിട്ട് കാര്യം പറയട്ടെ. എനിക്ക് മനസ്സിലായ അതിഥി പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ട എനിക്ക് മനസ്സിലായ സീനാണെന്നറിയാം. മറ്റേ നാഗവല്ലിയുടെ കാശിമാല നിങ്ങൾ പറഞ്ഞ മറ്റേ ഗംഗയിലെ മറ്റേ എനിക്ക് അതാ ഓർമ്മ. സത്യം പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആയി. ഒരു തൃശ്ശൂരുകാരിയാണ് ഞാൻ കണ്ടത്. എനിക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നു. അല്ല, ഞാനത് അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ നമ്മളിപ്പോ പെട്ടെന്നൊരു ആനയെ കണ്ട ഇത് ഏത് ആനയാണെന്ന് പറയാൻ പറ്റും? ഫേമസ് ആയിട്ടുള്ള ആനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത്രയും തിരിച്ചറിയാൻ? അല്ലല്ല, അത് കുറച്ചൊക്കെ തെറ്റി പോകാറുണ്ട്. എനിക്ക് അതായത് ഒരു ആനയായിട്ടും ഒരുപാട് നേരം നിന്ന് ഞാൻ അതിനെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. എനിക്കിപ്പോ രാജേന്ദ്രനെ എവിടെ വെച്ച് കണ്ടാലും, മനുഷ്യരി രാജേന്ദ്രൻ ഉണ്ട് ഒരാന, ആനയെ കണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിന്റെ രൂപമൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. മനുഷ്യരി രാജേന്ദ്രൻ നല്ല കൊമ്പുള്ള ഒരു ആനയാണ്. അത് ഇവിടെ വരിക്കാശ്ശേരി മന ആ ഭാഗത്ത്. അപ്പൊ അവരിപ്പോ ഒരു എഴുന്നള്ളിപ്പിനൊക്കെ പോകുമ്പോ കാണുമ്പോ എനിക്ക് മനസ്സിലാവും അങ്ങനത്തെ.
പിന്നെ കർണൻ അല്ലല്ലോ ഒരു ആന കൂടി ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. കണ്ടിട്ടില്ല, പക്ഷെ ഞാനത് അകലേന്നേ കണ്ടിട്ടുള്ളൂ. ആളെ കാണാന്ന് പറയുന്നത് നമ്മൾ വലിയ ഈ ആനകൾക്കൊരു ഫാൻസ് ടീമുകളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അവര് നമ്മുടെ നാട്ടിലെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറയുന്ന പോലെ ഉണ്ട് ആനകൾക്ക്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് അതൊക്കെ ഭയങ്കര അതിപ്പോ അതുപോലെ ഒരു ആനനെ കാണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ എനിക്ക് രജനീകാന്തിനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ആനനെ കാണാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ആനപ്രേമി എന്ന നിലയ്ക്കാണ്, ക്ഷമിക്കുക. നമ്മുടെ ഓഫീസിൽ ഒരു ആനപ്രേമി ഉണ്ട്. ആണോ? അവൻ ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ കണ്ടാ ഇത് ആന, അവന് ഈ ആനപ്രേമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്ററാണ് ആക്ച്വലി. അവന് 10-30 ആനകളെ കോർഡിനേറ്റ് ചെയ്ത് പല സ്ഥലത്തേക്ക് വിടുന്ന അതും കൂടെ ഒരു സൈഡായിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭീകരമായിട്ട് അവന് ഈ ആന സ്നേഹം ഞങ്ങളുടെയൊക്കെ അവന് കളിയാക്കുകയും ചെയ്യും. പുതിയ കഥയൊന്നും ഇല്ല, ആനനെ ദത്തെന്നാണ് അവന്റെ പേര്. ഇപ്പം നമ്മൾ ഇപ്പൊ ഫെസ്റ്റിവലും പറഞ്ഞു, ഇപ്പൊ അച്ഛനെ ഒക്കെ മിസ് ചെയ്തിരുന്നു ഫെസ്റ്റിവൽ സമയത്തൊക്കെ പറഞ്ഞു. ഇപ്പം ആ സമയത്ത് എപ്പോഴും നമ്മൾ ഫാമിലിയാണ് നമുക്ക് എല്ലാം മേടിച്ചുകൊണ്ട് തരുന്നത്. ഇപ്പൊ ചെറിയൊരു 10 രൂപയുടെ കളിപ്പാട്ടമാണെങ്കിൽ പോലും നമുക്കൊന്ന് അത് നിധിയാണത്. ചെറിയൊരു എമൗണ്ടിന്റെ എല്ലാവരും കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം അതിനൊക്കെ ശേഷം നമ്മൾ വളർന്നു വലുതാവുന്നു, നമ്മൾ ഒക്കെ എന്താണ് സ്വന്തമായിട്ട് സമ്പാദ്യം വരുന്നു. ഈ തിരിച്ചച്ഛനും അമ്മയ്ക്കും ഒരു 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 അവരെയും കൊണ്ടൊരു നമുക്കിത് കടപ്പാടെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് ഇങ്ങനെ ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി അതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഫസ്റ്റ് അപ്പൊ ആദ്യമായിട്ടൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആദ്യമായിട്ട് അതിഥി സമ്പാദിക്കുന്ന ഒരു എമൗണ്ട് കയ്യിലേക്ക് വരുന്നു. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അതിഥി ചെയ്ത ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് അതിഥി ചെയ്ത ഒരു കാര്യം അവര് വെഡിങ് ആനിവേഴ്സറിക്ക് റിംഗ് എക്സ്ചേഞ്ച് അതാണ് ചെയ്തത്. അതിന് മുന്നേ നമ്മൾ ഓരോന്നൊക്കെ മിക്കപ്പോഴും ഞാൻ കിട്ടുന്ന കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു തുടക്കം. പിന്നെ അവരെന്നെ അച്ഛൻ തന്നെ പറഞ്ഞില്ല നിനക്ക് നമ്മളതൊന്ന് സെപ്പറേറ്റ് ആക്കുമല്ലോ, ഈ ഇൻഡിപെൻഡന്റ് ആക്കാന്ന് പറയില്ല അതിൽ. അപ്പം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കുന്ന ഒരു ഇതിൽ വെച്ചപ്പം അങ്ങനെ മാറിയപ്പോൾ പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ അച്ഛനമ്മയ്ക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി ഒരു റിംഗ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ? ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ആയിട്ട് അങ്ങനെ അവർക്ക് ഷൈ ആയിരുന്നു, അതൊന്നും എടുക്കണ്ടെന്നുള്ളത്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു? അതാ 24ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഓക്കെ. ഞാൻ ഈ ചേട്ടൻ എവിടെയാ എന്താ ചെയ്യുന്നത്? ആൾക്ക് ബിസിനസ് ആണ് സ്പൈസസിന്റെ. അപ്പൊ അത് ഹൈദരാബാദിലും അങ്ങനെ ദുബായ് അങ്ങനെ ആള് കണക്ക് നോക്കുന്നതുള്ളൂ. അപ്പൊ പോയി വന്നാൽ മതി ഇടയ്ക്ക്. നിങ്ങൾ 3 പേരല്ലേ? 3 പേര്. ചേച്ചിയുണ്ട്, ചേട്ടൻ, പിന്നെ ഞാൻ. ചേച്ചി എവിടെയാണ്? ചേച്ചി മാരീഡ് ആണ്, 2 കുട്ടികൾ, ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നു. മ്യൂസിക് ടീച്ചറൊക്കെ ആയിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ്ലി വീട്ടിലെ ടീച്ചറാ. അതാണ് ഏറ്റവും വലിയ ജോലി. അത് വലിയ ജോലിയാന്ന് പറഞ്ഞു. അതിഥി പാടില്ലേ? ഇല്ല, ഞാനും അച്ഛനൊക്കെ മറ്റേ ബാത്റൂം സിംഗർ. അമ്മ, ചേട്ടൻ, ചേച്ചി അവര് 3 പേരാണ് സിംഗേഴ്സ്. പാടുന്നത് പാട്ട് തന്നെയുള്ളൂ. അത് പാടാൻ ആരും കേൾക്കില്ലല്ലോ, അതല്ലേ ബാത്റൂം സിംഗർ എന്ന് പറയുന്നത്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റും. ആ എക്കോല് പാടാൻ ഇത്ര നമ്മുടെ ശബ്ദം ബെറ്റർ ആയിട്ടും കോൺഫിഡന്റോടുകൂടി പാടാൻ പറ്റുന്ന ബാത്റൂം.